ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെറൈറ്റി പുട്ടാണ്. അപ്പോൾ പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇത് നെയ്യിലൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ക്യാരറ്റും തേങ്ങയും കൂടി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്തേക്കണത്. എന്നും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് നിൽക്കണേ. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. കറിയായിട്ട്, കറി ഇല്ലെങ്കിലും കഴിക്കാം. ഇത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പ് ഇട്ടു, 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ലോണം യോജിപ്പിക്കാം. അപ്പം നമ്മൾ തയ്യാറാക്കുന്നത് ചിരട്ടപ്പുട്ടാണ്. അതിനുവേണ്ടി 2 ചിരട്ട എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റും തേങ്ങയും കൂടെ ഇവിടെ വഴറ്റി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചിട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. നനച്ച പൊടി കുറച്ചുകൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. ലേശം കൂടി ക്യാരറ്റ് ഇങ്ങനെ മേളിൽ വെച്ച് കൊടുക്കുക. നമുക്ക് ചിരട്ട അതിന് പാകത്തിനുള്ള കിട്ടുമെങ്കിൽ അതോ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു പ്ലേറ്റ് എടുത്ത് വെച്ച് കുക്കറിലൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് ആവി വന്നിട്ട് നമുക്കിത് അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഈ അടപ്പ് കൊണ്ട് മൂടാം. നല്ലവണ്ണം ആവി വന്നതിന് ശേഷം നമുക്കത് എടുക്കാം. നമ്മുടെ പുട്ടിനോട് നല്ലവണ്ണം ആവി വരുന്നുണ്ട്. നമുക്കിതിന് എടുത്ത് നോക്കാം. ഞാൻ നിങ്ങളിത് എടുത്തിട്ട് കാണിക്കാം. അവിടെ എടുത്ത് താഴത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിരട്ടപ്പുട്ട് ഇവിടെ റെഡിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഈ പുട്ട്. ബാക്കിയും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം. കണ്ടോ, നമ്മൾ നല്ല സുന്ദരം പുട്ട്. ആ ചിരട്ടയുടെ കുഴിയൊക്കെ നോക്കിക്കേ. ആ കുഴിക്കകത്ത് ക്യാരറ്റൊക്കെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു മസാലപ്പുട്ട് റെഡിയാക്കിയിരുന്നു. നിങ്ങൾ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കണം. നമ്മുടെ എരിവ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഇഞ്ചി പച്ചമുളക് എല്ലാം വഴറ്റിയെടുത്തിട്ടുള്ള ഒരു പുട്ടായിരുന്നു അത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ബാക്കിയും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. ഒന്ന് എല്ലാവരും സപ്പോർട്ട് നിൽക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുട്ട് തന്നെയാണ്. ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ, താങ്ക് യു.